വർക്കല നിയോജക മണ്ഡലത്തിൽ ശക്തമായിട്ടുള്ള മത്സരം നടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയാണ് വർക്കല. ഇവിടെ ഇത്തവണ മൂന്നാം അംഗത്തിന് ഇറങ്ങുകയാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി സിറ്റിംഗ് MLA ആയിട്ടുള്ള വി ജോയി. മൂന്നാം തവണയാണ് മത്സരത്തിന് ഇറങ്ങുന്നത്. മൂന്നാം തവണ എങ്ങനെയാണ് നമ്മുടെ ഒരു പ്രതീക്ഷ? നമുക്ക് ജനങ്ങൾ നമ്മളെ വിശ്വസിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ അത് ജനങ്ങൾക്ക് അനുഭവേദ്യമാണ്. അതിന്റെ തന്നെ പശ്ചാത്തലത്തിലാണ് ഞാൻ വളരെ സംതൃപ്തിയോടെ ഇവരോട് വോട്ട് ചോദിക്കുന്നത്. ആ നിലയിൽ ജനങ്ങളും തിരിച്ച് അവരുടെ പ്രതികരണം വളരെ അനുകൂലമാണ്. കഴിഞ്ഞ തവണ 17,000 ചില്ലുവാൻ വോട്ടിന് ജയിച്ചു. അതിനു മുമ്പ് അതിനേക്കാൾ കുറവായിരുന്നു. കഴിഞ്ഞ തവണ ഭൂരിപക്ഷം വലിയ രീതിയിൽ ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത്തവണ എന്താ ഒരു പ്രതീക്ഷ? അല്ല, കഴിഞ്ഞ തവണത്തെ ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഇപ്രാവശ്യം നമുക്ക് കുറവ് വരാത്ത നിലയിൽ ഉള്ള ഒരു മെജോറിറ്റിയിൽ ജയിക്കണം എന്നുള്ള നിലയിലാണ് ഞങ്ങൾ കാണുന്നത്. അങ്ങിത് മൂന്നാം തവണയാണ്. 3 തവണ ഇവിടെ നിന്ന് ജയിച്ച ഒരു സ്ഥാനാർത്ഥിയാണ് UDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ളത്. ഒരു തവണ അങ്ങയോടാണ് അദ്ദേഹം പരാജയപ്പെടുന്നത്. അപ്പോൾ വീണ്ടും അദ്ദേഹത്തിന്റെ ഒരു വരവ് അത് UDF ക്യാമ്പിന് വലിയ ആശ്വാസവും സന്തോഷവും ഒക്കെ കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഒരിക്കൽ പരാജയപ്പെടുത്തിയ ആൾ വീണ്ടും മത്സരരംഗത്തേക്ക് വരുമ്പോൾ ആ ഒരു മത്സരത്തിന്റെ ഒരു എങ്ങനെയാണ് അതിന്റെ ഒരു? തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ എതിർ സ്ഥാനാർത്ഥിയെ കൂടി വിലയിരുത്തിക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് സാധാരണ നിലയിൽ നടത്താറുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് മുൻപ് 15 കൊല്ലക്കാലം MLA ആയിരുന്ന ആളെന്നുള്ള നിലയിലുള്ള പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധയോട് കൂടിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തും. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ തന്നെ ഇല്ലാതിരുന്ന ഒരു പ്രത്യേക സാഹചര്യം നിലവിൽ ഉണ്ട്. സഹപ്രവർത്തകയായിരുന്ന ഒപ്പമുണ്ടായിരുന്ന ഒരാളാണ് NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നിരിക്കുന്നത്. ആ ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ എങ്ങനെയാണ് കാണുന്നത്? അതിനെ എങ്ങനെയാണ് മറികടക്കാൻ ശ്രമിക്കുന്നത്? നമുക്കിപ്പോൾ ആരെയും വിശ്വസിക്കാൻ പറ്റൂലല്ലോ. എനിക്ക് എന്റെ കൂടെ നോമിനേഷൻ കൊടുക്കാൻ വന്നയാളാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അവരുടെ വോട്ടെല്ലാം കിടക്കുന്നത് ആറ്റിങ്ങൽ മണ്ഡലത്തിലാണ്. ഈ മണ്ഡലത്തിൽ അവർക്ക് അങ്ങനെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ശ്രദ്ധ നേടാനൊന്നും സാധിക്കത്തില്ല. പക്ഷേ എങ്കിലും സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അവർ അവരുടേതായിട്ടുള്ള BJPയുടേതായിട്ടുള്ള വോട്ട് സമാഹരിക്കാൻ അവർക്ക് കഴിയും. പക്ഷെ ഒരു കാര്യം അതിനകത്തുള്ളത്, BJPക്കാർ ഇങ്ങനെയുള്ള ആളുകളെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കുന്നതിൽ അണികളുടെ ഇടയിൽ വലിയ വൈരുദ്ധ്യമുണ്ട്. അവർക്ക് വലിയ എതിർപ്പുണ്ട്. കാരണം പോസ്റ്റർ ഒട്ടിക്കുകയും പ്രകടനം നടത്തുകയും യോഗം നടത്തുകയും പ്രശ്നങ്ങളിൽ അഭിമുഖീകരിക്കുകയും ചെയ്ത ഒരു വലിയ നിര നേതാക്കന്മാർ വർക്കലയിലുണ്ട്. അവരെല്ലാം തഴഞ്ഞിട്ടാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരാളെ കൊണ്ടുവരുന്നത്. അപ്പൊ അത് എത്രത്തോളം BJPയെ ബാധിക്കുമെന്നതിനെ സംബന്ധിച്ച് നമ്മൾ കണ്ടറിയേണ്ട വിഷയമാണ്. പ്രധാനമായും വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇടതുപക്ഷം ഉയർത്തിക്കൊണ്ടുവന്നതും പ്രചാരണത്തിന് അത് ഉയർത്തി പറയുകയും ചെയ്തത്. പക്ഷേ ഈ കുറച്ച് ദിവസങ്ങളായി ഡീൽ എന്ന് പറയുന്ന ഒരു സംഭവം അത് വലിയ രീതിയിൽ വിവിധ മണ്ഡലങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അല്ല, അത് ഇവിടെയാണ് യഥാർത്ഥത്തിൽ പിന്നെ നമ്മുടെ ജില്ലയിൽ ആദ്യം തുടങ്ങുന്നത് ഇവിടെയാണ്. ഇവിടെ BDJSന്റെ സ്ഥാനാർത്ഥിയായിരുന്നു. അപ്പൊ BDJSന്റെ സ്ഥാനാർത്ഥി വന്ന സാഹചര്യത്തിൽ BJPക്കാർ വ്യാപകമായി വർക്കല കഹാറിന് വോട്ട് ചെയ്യണമെന്ന വോയിസ് മെസ്സേജ് ഇട്ടു. അപ്പൊ ആ ഡീല് ഇപ്പോഴും തുടരുകയാണ്. പറഞ്ഞു മനസ്സിലായില്ലേ? കുറച്ചാളുകളെങ്കിലും കോൺഗ്രസിന് വോട്ട് ചെയ്യുക എന്ന ഒരു ഡീൽ ഇപ്പോഴും നടക്കുകയാണ്. അത് ജനങ്ങളുടെ ഇടയിൽ അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് സാധിക്കും. പിന്നെ ഇവരുടെ പ്രവർത്തകരുടെ എല്ലാം വോട്ട് വേണമെങ്കിൽ UDFന് കൊടുക്കുക എന്നുള്ളത് മാത്രമേ പറ്റുള്ളൂ. പക്ഷെ ജനങ്ങൾ അത് തിരിച്ചറിയും. അത്തരം ചില ഡീലുകൾ പൊതുവെ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകളിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും കണ്ടത് ഇപ്പോ പല സ്ഥലങ്ങളിലായിട്ട് വ്യാപിക്കുന്നു എന്നുള്ളത് ശരിയാണ്. അതൊരു ആശങ്കയായിട്ടുണ്ടോ? അല്ല, അതൊരു പ്രധാനമായിട്ട് അതിനെയും കൂടി നേരിടേണ്ടി വരുന്നു എന്നുള്ളത് ഒരു പ്രശ്നമാണ്. എന്തായാലും വിജയ പ്രതീക്ഷയിൽ തന്നെയാണ് വർക്കലയിൽ ഇത്തവണ. ജയിക്കാൻ തന്നെയാണ് സാധ്യത. നമുക്ക് എല്ലാ തരത്തിലും ആ നിലയിലുള്ള ഒരു പ്രവർത്തനമാണ് നമ്മളെ പ്രവർത്തകരെല്ലാം നടത്തുന്നത്. അപ്പൊ അതുകൊണ്ട് ജയിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വർക്കലയിൽ തികഞ്ഞ വിജയ പ്രതീക്ഷ തന്നെയാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിട്ടുള്ള വി ജോയി ഉള്ളത്. വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഓടി നടന്ന് കണ്ട് വോട്ടുറപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും എല്ലാം തന്നെ ഉള്ളത്. വർക്കലയിൽ നിന്നും ക്യാമറ പേഴ്സൺ സുനിലിനൊപ്പം എബി ജോൺ തോമസ്, അമൃത ന്യൂസ്, വർക്കല.